കമ്മീഷൻ റിപ്പോർട്ട് ആരോപണ വിധേയരിൽ പലരും സർക്കാരിന് വേണ്ടപ്പെട്ടവരെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. അതുകൊണ്ടാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഭാഗം അതാണ്. എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? അത് കണ്ടെത്തിയിട്ട് എത്രയുമായി? അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്ത് നഷ്ടം കഷ്ടം? എന്തിന് ഇത്രയും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇപ്പോ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ട്. ഇന്നിപ്പോ നടി ശാരദയുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടാകുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു. അപ്പൊ സിനിമാ ശാരദ മാത്രമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. കോളേജുകളിൽ, സ്കൂളുകളിൽ, ഫാക്ടറികളിൽ, സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ രീതി പോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം. പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, നടീനടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. സർക്കാർ പശ്ചാത്തപിക്കണം, സർക്കാർ അതിന് മറുപടി പറയണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി. ഞങ്ങൾ അതിനുവേണ്ടി ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.